സംസ്ഥാനത്ത് ധനപ്രതിസന്ധി ഉണ്ടെന്നാരോപിച്ച് വിഷയത്തിൽ അടിയന്തര പ്രാധാന്യമില്ല എന്നാണ് മന്ത്രി KN ബാലഗോപാൽ നിയമസഭയെ അറിയിച്ചത്. തുറന്ന ചർച്ചയാണ് നല്ലതെന്നും മന്ത്രി അറിയിക്കുന്നു. വിവരങ്ങളും വിശദാംശങ്ങളുമായി ഇപ്പോൾ ഷീജ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. ഷീജ, എന്തൊക്കെയാണ് സഭയിലെ ഇപ്പോഴത്തെ വിവരങ്ങൾ? തീർച്ചയായും അജിംഷാദ്, ഏതായാലും സഭാ സമ്മേളന കാലയളവിൽ വളരെ തുറന്ന മനസ്സോടുകൂടി കാര്യങ്ങളെ സമീപിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാന സർക്കാരിനെയാണ് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതിൽ തർക്കമില്ല. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നിപ്പോൾ അടിയന്തര പ്രമേയം വീണ്ടും ചർച്ചയ്ക്കെടുത്തിരിക്കുന്നത്. അതായത് ഈ സമ്മേളന കാലയളവിൽ 4ാമത്തെ അടിയന്തര പ്രമേയമാണ് ചർച്ചയ്ക്കെടുക്കുന്നത് എന്നുള്ള കാര്യമാണ്. 15ാം കേരള നിയമസഭയുടെ കാര്യം പരിശോധിക്കുമ്പോൾ 17ാമത്തെ അടിയന്തര പ്രമേയമാണ് ചർച്ചയ്ക്കെടുക്കുന്നത് എന്നുള്ളതും ഒരു ചരിത്രപരമായ തീരുമാനം തന്നെയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇതിൽ ഇന്നിപ്പോൾ മാത്യു കുഴൽനാടനാണ് പ്രതിപക്ഷത്ത് നിന്നും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനമായും സൂചിപ്പിച്ചത് സംസ്ഥാനത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ്, ധനപ്രതിസന്ധിയാണ്, ട്രഷറി നീക്കങ്ങളടക്കം മന്ദഗതിയിലാണ്, സ്തംഭിച്ചിരിക്കുന്ന അവസ്ഥയിലാണ്. ഈ വിഷയം അടിയന്തര പ്രാധാന്യത്തോടുകൂടി സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നുള്ളതായിരുന്നു ആ വിഷയം. ഇതിൽ മന്ത്രിയുടെ മറുപടി പറയുന്ന സംഘട്ടത്തിൽ തന്നെ ധനമന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കിയത് ഇതിന് ഒട്ടും തന്നെ അടിയന്തര പ്രാധാന്യമില്ലാത്തൊരു വിഷയമാണ് പ്രതിപക്ഷം കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ ഈ വിഷയത്തിൽ തുറന്ന ചർച്ച ചെയ്യാവുന്നതാണ്, സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ള കാര്യമാണ് അറിയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ 12 മണി മുതൽ 2 മണിക്കൂർ ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതാണ് ഇപ്പോൾ സ്പീക്കർ തുടരെയായി അടിയന്തര പ്രമേയം കൊണ്ടുവന്ന് വെട്ടിലാവുകയാണ് പ്രതിപക്ഷം. കാരണം ഏതാണ്ട് 3 അടിയന്തര പ്രമേയങ്ങൾ ഈ തൊട്ടു മുമ്പ് നടന്ന സഭാ കാലയളവിൽ തന്നെ കൊണ്ടുവന്നു. അത് ചർച്ച ചെയ്യില്ല, അത് അങ്ങനെ വാക്കൗട്ടാക്കാം എന്നൊക്കെയുള്ള വ്യാമോഹമായിരുന്നു പ്രതിപക്ഷത്തിൻ്റേത് പൊളിഞ്ഞത്. അതെല്ലാം ചർച്ച ചെയ്തു. അത് പോലീസ് മർദ്ദനത്തിൻ്റെ വിഷയം പറഞ്ഞു രംഗത്തെത്തിയതായാലും ആരോഗ്യ വിഷയങ്ങൾ പറഞ്ഞ് രംഗത്തെത്തിയതായാലും അടക്കം ഇപ്പോഴിതാ വീണ്ടും ധനപ്രതിസന്ധിയുടെ വിഷയവും സർക്കാർ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. കാരണം മടിയിൽ കനമില്ല എന്ന്. ഒരുപക്ഷെ പ്രതിപക്ഷം വീണ്ടും ആപ്പിലാവുകയാണ്. തീർച്ചയായും അജിംഷാദ്, അതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. ഇന്നും പ്രതിപക്ഷം കൊണ്ടുവന്ന ഈ വിഷയത്തിൽ പ്രതിപക്ഷം വെട്ടിലാകും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്. കാരണം കഴിഞ്ഞ ദിവസമാണ് C&A റിപ്പോർട്ട് അടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ളത്. പുറത്ത് മാധ്യമങ്ങൾ, ഒരു വിഭാഗം മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന തരത്തിലല്ല ധനപ്രതിസന്ധി സംസ്ഥാനത്തില്ല എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ പ്രതിപാദിച്ചതുമാണ് ആ CAG റിപ്പോർട്ടിൽ. അതുകൊണ്ട് തന്നെ അതടക്കമുള്ള കാര്യങ്ങൾ സർക്കാരിന് വലിയ ബലമേകും. സർക്കാർ ഈ വിഷയങ്ങളടക്കം സഭയിൽ ചൂണ്ടിക്കാണിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ഏത് രീതിയിലാണ് ഈ ഒരു ഘട്ടത്തിൽ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്, ക്ഷേമ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്, ഏത് രീതിയിലാണ് കേന്ദ്രം സംസ്ഥാനത്തെ പ്രതിസന്ധിയിലാക്കുന്നത്, പക്ഷേ അതിനെയൊക്കെ തരണം ചെയ്ത് സംസ്ഥാനം മുന്നോട്ട് പോകുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ സഭയിൽ പറയുവാൻ ഒരു അവസരം കൂടി സംസ്ഥാന സർക്കാരിന് ലഭിക്കുകയാണ്. ഈ വിഷയം ചർച്ചയ്ക്കെടുത്തതിലൂടെ തീർത്തും വെട്ടിലാകുന്നത് പ്രതിപക്ഷം തന്നെയാണ്. കാരണം നമ്മൾ കണ്ടതാണ്, കഴിഞ്ഞ ഒരാഴ്ച സഭയ്ക്ക് ഇടവേളയായിരുന്നെങ്കിൽ പോലും അതിന് തൊട്ട് മുൻപത്തെ ആഴ്ചയിൽ സഭയിൽ തുടർച്ചയായ 3 ദിവസവും പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയം സർക്കാർ ചർച്ചയ്ക്കെടുക്കുന്നതും പ്രതിപക്ഷത്തിന് അതിൽ മറ്റു വാക്കുകൾ ഒന്നും പറയാനില്ലാതെ രക്ഷപ്പെടാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്ന പ്രതിപക്ഷത്തെ അത്തരത്തിലാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അതിന്റെ തുടർച്ച തന്നെയായിരിക്കും ഇന്നും ഈ അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുക്കുമ്പോൾ കാണാൻ സാധിക്കുക എന്നുള്ളതിൽ തർക്കമില്ല. അജിംഷാദ്, ശരി. ധനപ്രതിസന്ധി പറഞ്ഞുകൊണ്ടാണ് വീണ്ടും പ്രതിപക്ഷത്തിൻ്റെ അടിയന്തര പ്രമേയം. മാത്യു കുഴൽനാടനാണ് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത്. പക്ഷേ അത് ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് സർക്കാർ അറിയിക്കുന്നു. 12 മണി മുതൽ 2 മണി വരെ ഇതിന്മേൽ ചർച്ച നടക്കും എന്നുമാണ് ഷീജ റിപ്പോർട്ട് ചെയ്യുന്നത്.